എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയമാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാനൊരു ഹൈന്ദവ ജീവിത പ്രകാരം ജീവിച്ച ഒരാളാണ്. ഞങ്ങളുടെ കുടുംബം അങ്ങനെ തന്നെ. ഞാൻ അങ്ങനെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരുന്നു. പരീക്ഷയിൽ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റുപോയി. അപ്രകാരം ഞാൻ 2 പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അപ്പോൾ നടന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിന് ഈ ആരാധനയെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് സാറ്റർഡേ ആരാധനയിലൂടെ കടന്നു വന്നപ്പോൾ സിസ്റ്റർ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, വിഷ്ണു വിഷ്ണു, ദൈവം ഇതാ ആത്മഹത്യയിൽ നിന്ന് ദൈവം ഇതാ വിടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എന്റെ ആത്മഹത്യ ടെൻഡൻസി അപ്പോൾ തന്നെ മാറുകയും ദൈവം എന്നെ വിടുവിക്കുകയും ചെയ്തു. അത്ഭുതം ചെയ്ത ദൈവത്തിന് നന്ദി. ഞാൻ +1 പരീക്ഷ എഴുതിയിരുന്നു. 2 വിഷയം എന്താണ് എഴുതിയതെന്ന് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ ഞായറാഴ്ച ആരാധനയിൽ സിസ്റ്റർ ആത്മാവിനാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അപ്രകാരം തന്നെ റിസൾട്ട് വന്നപ്പോൾ ദൈവം എനിക്ക് 60% മാർക്കോടെ ഉന്നത വിജയം നൽകി ദൈവം അനുഗ്രഹിച്ചു. കർത്താവായ യേശുവിന് നന്ദി, യേശുവിന് സ്തോത്രം. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഇക്കഴിഞ്ഞ +2 എക്സാം എഴുതിയിരിക്കേണ്ടായി. വളരെ പ്രയാസമായിരുന്നു. ജയിക്കുന്ന യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ ഒരു സെക്കൻഡ് സാറ്റർഡേ ആരാധനയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ അങ്കിള് വിളിച്ചു പറഞ്ഞു, പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എണീറ്റ് കൊള്ളുക പറഞ്ഞു. ഞാൻ എണീറ്റ് പ്രാർത്ഥിച്ചു. അങ്കിളുടെ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ ക്ലാസ്സിലെ മിക്ക കുട്ടികളും തോൽക്കാനിടയിൽ എനിക്ക് നല്ല മാർക്കോട് വിജയിക്കാനുള്ള ദൈവം എനിക്ക് അവസരം തന്നു. ഇത്രയും വലിയ അത്ഭുതം പ്രവൃത്തി ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്തതായി സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ്. ഒരു ദിവസം എനിക്ക് കഴുത്തിൽ 2 കടല് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു തൈറോയിഡ് ആണെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ ഒരു ഞായറാഴ്ച ആരാധന വളരെ സങ്കടത്തോടെ ഇരിക്കുകയുണ്ടായി. അപ്പോൾ ആൻറ്റി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കട്ടികളും മുഴകളുമല്ല ദൈവം ഇത് എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ കട്ടി എടുത്തു മാറ്റി ഹോസ്പിറ്റലിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തൈറോയിഡ് ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി പറയുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇങ്ങനെ ജനുവരി മാസം 3-ാം തീയതി അവളെ സ്കൂളിൽ നിന്നും 10 കുട്ടികളെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് കൊണ്ടുപോയി. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഭയങ്കരമായ പ്രയാസമാണ്, ജയിക്കുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലെന്ന് പറഞ്ഞു. സിസ്റ്ററിന് ഫോൺ ചെയ്യുകയോ കത്തെഴുതിയിടുകയോ പറഞ്ഞു. അതിപ്രകാരം ഞാനിവിടെ വന്ന് ഒരു ലെറ്റർ കൊണ്ട് എഴുതിയിടുകയും അതിന്റെ ഫലമായി സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഒരു കത്ത് ഇവിടെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. കത്തിൽ കൂടി പറയുകയുണ്ടായി, നിങ്ങളുടെ മകൾക്ക് ഒരു വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾ മകളുടെ റാങ്ക് മാർക്കോടുകൂടി നിങ്ങളുടെ മകൾക്ക് ഉന്നത വിജയം കർത്താവ് കൊടുത്തിരിക്കുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് മാർച്ച് മാസം 13-ാം തീയതി ഇതിന്റെ റിസൾട്ട് വന്നപ്പോൾ എന്റെ മകൾക്ക് 4ാം റാങ്കോടുകൂടി എന്റെ കർത്താവ് അതിനൊരു വിജയം കൊടുത്തു. അത് കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ സ്കൂളിൽ നിന്ന് HM വീട്ടിൽ വിളിച്ച് പറയുകയുണ്ടായി, തിരുവനന്തപുരത്ത് VJT ഹാളിൽ വെച്ച് നിങ്ങളുടെ മകൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ട്രോഫിയും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങ് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവളുടെ അമ്മ അവിടെ പോവുകയും ട്രോഫിയും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും കിട്ടി. ആ ദിവസം തന്നെ വീണ്ടും സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അവളുടെ ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്കും നാളെ തന്നെ ക്യാഷ് അവാർഡ് കൊടുക്കുന്നു, അത് നിങ്ങളുടെ മകളാണ്. അങ്ങനെ അവിടെ പോയി ക്യാഷ് അവാർഡ് കിട്ടുകയും സർട്ടിഫിക്കറ്റും ട്രോഫിയും അവിടെ വെച്ച് കിട്ടുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച കർത്താവായ യേശുവിന് 1000 നന്ദി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്.
എനിക്ക് കഴിഞ്ഞ 4-5 വർഷമായി എൻ്റെ വലത്തെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് എൻ്റെ ജോലികൾ ചെയ്യാനോ ഞാൻ പഠിക്കുന്ന എൻ്റെ ക്ലാസ്സിലെ നോട്ടുകൾ എഴുതാനോ ഒന്നും സാധിച്ചിരുന്നില്ല. എൻ്റെ നോട്ടുകളെല്ലാം എഴുതുന്നത് എൻ്റെ അച്ഛനും അമ്മയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ പല ഡോക്ടർമാരെ കാണിച്ചിട്ടും എൻ്റെ കൈക്ക് യാതൊരു കുറവുമില്ല. എത്ര മരുന്ന് കഴിച്ചിട്ടും കുറവില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും ഒരു ദിവസം സിസ്റ്ററിനോട് ഫോൺ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്നും നിന്റെ കൈവേദന പൂർണ്ണമായി സുഖമാവുകയെന്നും പറയുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞ SLC പരീക്ഷ എഴുതിയിരുന്നു. ഒരു ഷീറ്റ് പേപ്പർ പോലും തികച്ചെഴുതാൻ കഴിയുന്ന എനിക്ക് 5 A+, 3 A, 2 B+ തന്ന ദൈവത്തിനോട് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ എന്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ഞാൻ സാക്ഷി പറയുന്നത് എന്റെ മകന് വേണ്ടിയാണ്. എന്റെ മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിയില്ലാതെ നിന്ന് ഒരു ഞായറാഴ്ച ആരാധനയിൽ ഇവിടെ പങ്കെടുത്തു. ആ സമയം പ്രാർത്ഥനയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ദൈവദാസി വിളിച്ചു പറഞ്ഞു, മോന് വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്ന വസന്ത ജോലി ഉടനെ നൽകുമെന്ന് പറഞ്ഞു. വിളിച്ചു പറഞ്ഞു. ഉടനെ 8 ദിവസത്തിന്റെ അകത്തിൽ ജോലി ഉടനെ ആയി. ഫെഡറൽ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിംഗ് കാഞ്ചീപുരം. അടുത്ത സാക്ഷി എന്റെ മകൾക്ക് വേണ്ടിയാണ്. എന്റെ മകൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മെഡ്രാസിൽ ജോലിയായിരിക്കുന്നു. ആ സമയം പെട്ടെന്ന് ഒരു പനി ഉണ്ടായി. ഒരു കുറവില്ല. എത്ര മരുന്ന് കഴിച്ചിട്ടും പനി ഒരു കുറവുമില്ല. അവിടെ നിന്ന് ബ്ലഡ് ചെക്കപ്പ് പറഞ്ഞു എലിപ്പനി എന്ന് പറഞ്ഞു. ഞാൻ സിസ്റ്ററിനെ വിളിച്ച് അപേക്ഷിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ച ഉടനെ സുഖം കിട്ടി. അവിടെ നിന്ന് പിന്നെ വീട്ടിൽ വന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടറെ അപേക്ഷിച്ച് ബ്ലഡ് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒരു അസുഖമില്ല എന്ന് പറഞ്ഞു. എലിപ്പനിയില്ല, ഒരു അസുഖമില്ല, മരുന്ന് ഒന്നും കഴിക്കേണ്ട, തിരിച്ചു പോകും, വീട്ടിൽ വിട്ട്. ഇത്രയും അത്ഭുതം ചെയ്ത എന്റെ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷിയായിരിക്കുന്ന എന്റെ ചേച്ചിയുടെ മോടെ കുഞ്ഞിനാണ്. കുഞ്ഞ് ജനിച്ചപ്പോഴേ ഹാർട്ടിന് ഹോളായിരുന്നു. ഞാൻ വളരെ നിരാശയോടെ ഇവിടെ ആരാധനയ്ക്ക് പങ്കെടുത്തു. പ്രാർത്ഥനയ്ക്ക് ഞാൻ സിസ്റ്ററിനെ ലെറ്റർ എഴുതിയിടുകയും ചെയ്തു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം ലെറ്റർ വന്നു, ധൈര്യമായിരിക്കുക, കുഞ്ഞിന്റെ സകല രോഗങ്ങളും എടുത്തു മാറ്റിയിരിക്കുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, അടുത്ത ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ കുഞ്ഞിന്റെ ഹാർട്ടിന്റെ ഹോളെല്ലാം അടഞ്ഞതായിട്ട് കാണാൻ സാധിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എന്റെ യേശുവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി നിന്ന് ഭ്രമിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എന്റെ മോന് വേണ്ടിയാണ്. അവന് ജന്മന ഹാർട്ടിനൊരു ഹോളായിരുന്നു. അത് 2.5 വയസ്സായപ്പോൾ അറിയുകയും അന്നു മുതൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ SIT ആശുപത്രിയിൽ ചെക്കപ്പിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യം ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഹോൾ അടഞ്ഞിട്ടില്ലെന്നാണ് റിസൾട്ട് കിട്ടുന്നത്. ഒരു ഞായറാഴ്ച ദിവസത്തെ ആരാധനയിൽ സിസ്റ്റർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിന്റെ മോനെ തൊടുകയും ഉടൻ തന്നെ പരിപൂർണ സൗഖ്യം കിട്ടുകയും ചെയ്തു. കഴിഞ്ഞ മാസം ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ഒരിക്കൽ കൂടി ഒക്കെ എടുത്തു നോക്കണമെന്ന് ഡോക്ടർ പറയുകയും ഒക്കെ എടുത്തു നോക്കിയപ്പോൾ ഹോൾ പൂർണ്ണമായി അടഞ്ഞെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച വലിയവനായ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി ഇന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കുഞ്ഞിന് ശരീരം മുഴുവൻ നീര് ബാധിച്ച് ഞങ്ങൾ മഹാരാഷ്ട്ര ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. അവിടെ നിന്ന് ഒരു സുഖമില്ലാതെ നേരെ SIT ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ICUയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അവർ രോഗം നിർണയിച്ചു. കുട്ടിക്ക് കരൾ വീർക്കമാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് രാത്രി എൻ്റെ സിസ്റ്ററിന് ഫോണിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ധൈര്യപ്പെട്ടിരിക്കുക, ദൈവം നിങ്ങളുടെ കുഞ്ഞിന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ആ നിമിഷം തന്നെ ദൈവം എന്റെ കുട്ടിക്ക് അത്ഭുത വിടുതൽ കൊടുത്തു. പിന്നെ ചെക്കപ്പ് നടത്തിയപ്പോൾ കരളിന് യാതൊരു അസുഖമില്ല എന്ന് റിപ്പോർട്ട് വരെയും ചെയ്തു. കൂടാതെ ഈ അസുഖപ്രകാരം കുട്ടി നടക്കുകയോ മറ്റുള്ള കുട്ടികളെ പോലെ യാതൊരു പ്രവർത്തനവും ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. എന്നാൽ അത് ഈ സിസ്റ്റർ പ്രാർത്ഥിച്ച പ്രകാരം എന്റെ കുട്ടി മറ്റുള്ള കുട്ടികളെക്കാൾ ഉപരി ഓടുകയും നടക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇത്ര അത്ഭുതം പ്രവർത്തിച്ച എന്റെ വലിയവനായ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു. പ്രാർത്ഥിച്ച സിസ്റ്ററിനും ബ്രദറിനും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ വിരമിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ കടന്നു വന്ന് ദൈവത്തെ സാക്ഷിക്കുവാൻ ദൈവം ചെയ്ത വലിയ നന്മയേർത്ത് സാക്ഷിക്കുകയാണ്. ഞാൻ വളരെ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഏപ്രിൽ മാസത്തെ 2ാം ശനിയാഴ്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ വളരെ വേദനയിലെ ഭാരത്താൽ എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ വയ്യാതെ എൻ്റെ വലത് ഭാഗത്ത് നട്ടലിന്റെ വേദനയും ഒരു കൈ ഒയ്ത്താനോ താക്കാനോ വയ്യാത്ത വളരെ ഭാരത്തില് ഞാൻ ആശുപത്രിയിൽ പോയി 4 ഇഞ്ചക്ഷൻ എടുത്ത് ഒരു മാറ്റമില്ല. അതിന്റെ ഗുളിയായിട്ട് വീണ്ടും ഒരു അയൽവെന്റ് കുറച്ച് തന്ന് അതെടുത്തുകൊണ്ട് വന്ന് കൊടുത്ത് മകന്റെ കൈ കൊടുത്ത് അമ്മ ഇട്ട് തിരുങ്ങി തന്നിട്ട് യാതൊരു മാറ്റമില്ല.
പിറ്റന്ന് സെക്കൻഡ് സെക്രട്ടറിയാണ്. ഞാൻ എൻ്റെ വീട്ടിലെ കുടുംബത്തോട് പറഞ്ഞ് എനിക്കിരിക്കാൻ വൈകി ഞാൻ ആ മണൽത്തരിയിൽ കിടക്കും, എനിക്ക് ആരാധനയ്ക്ക് വേണം എന്ന് വളരെ ഞാൻ വേദനയോടെ കടന്നു വന്ന് ഇവിടെ ഇരുന്ന സമയത്ത് ബ്രദർ ആരാധന സമയത്ത് വിളിച്ചു പറഞ്ഞ് 2 സഹോദരന്മാരുടെ നട്ടലിന്റെ വേദന ഇതാ ദൈവം എടുത്തു മാറ്റുമെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ എന്റെ നട്ടലിന്റെ വേദന പൂർണ്ണമായി ദൈവം വിടുവിച്ച് എനിക്ക് അത്ഭുത സൗഖ്യം തന്ന ദൈവത്തിന് സ്തോത്രം. Hallelujah. 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 വാ തുറക്കാം. വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാം. എല്ലാവരും 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 ആർത്ത് നിലവിളിക്കുക, ആർത്ത് നിലവിളിക്കുക. ആമേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. വാ തുറക്കാം. നന്ദി പറയുക, നന്ദി പറയുക. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക, കർത്താവിന് സ്തോത്രം അർപ്പിക്കുക. എല്ലാവരും 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 കൃപ 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 ദൈവ കൃപ വ്യാപരിക്കുന്നു എല്ലാരിലും എല്ലാരിലും. ആമേൻ. ഹല്ലേലൂയ. വാ തുറന്നാട്ടെ. വാ അടച്ചു നിന്നത് മതി. കർത്താവിന് സ്തോത്രം പറയുക. ദൈവമേ, അങ്ങ് തന്ന ആഹാരത്തിനായി സ്തോത്രം, അങ്ങ് പകർന്ന അഭിഷേകത്തിനായി സ്തോത്രം, അങ്ങ് തന്ന ആയുസ്സിനായി സ്തോത്രം, അങ്ങ് നൽകിയ ആരോഗ്യത്തിനായി സ്തോത്രം. ആമേൻ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കരം ഉയർത്തി, കരം ഉയർത്തി, കരം തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്താം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. ദൈവകൃപ, ദൈവകൃപ, ദൈവകൃപ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരുമേനി കില്ലെന്നു ഞാൻ ഏകന ഈ തീർന്നു വേണോ. ആരുമേനി കില്ലെന്നു ഞാൻ ഏകന ഈ തീർന്നു വേണോ. മാനസത്തിലാടി പൂണ്ട് കേടിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ എന്റെ ദൈവ മകറ്റി. കരം ഉയർത്തി കരം തട്ടി പാടുക. കൃപ 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 കൃപ. അഗ്നി 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 അഗ്നി. അഭിഷേകത്തി അഭിഷേകത്തി. എല്ലാരിലും ഹാളിന് അകത്തും പുറത്തും, ഹാളിന് അകത്തും പുറത്തും ഒരുപോലെ ദിവ്യ ശക്തി, ദിവ്യ ശക്തി, ദിവ്യ ശക്തി എല്ലാരിലും. എന്റെ നിത്യ സ്നേഹിതന്മാ ദൈവദൂത സംഗമത്രേ. എന്റെ നിത്യ സ്നേഹിതന്മാ ദൈവദൂത സംഗമത്രേ. ഇപ്പോഴവ ദൈവ മുമ്പിൽ സേവയാം. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടു. എന്നെ കാവൽ ചെയ്തു. താങ്ക് യു ലോർഡ്,
താങ്ക് യു ലോർഡ്. എന്റെ ദൈവം മകത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മകത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ശോണിതന്നിൽ യേശിപ്പാൻ ഏടും കാര്യമു റഗാലജ റലജ റല റഗാലജ റസലഡ റഗന റഡ ലജനശാല റഗാലഡ. Power, 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 fire from above. നിങ്ങളിൽ നിറയുക. സ്വർഗം താണിറങ്ങി വരുന്നു. സ്വർഗം താണിറങ്ങി വരുന്നു. ഫോർ യു, ഫോർ യു, നിങ്ങൾക്കായി, 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 നിങ്ങൾക്കായി കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവ് വന്നിട്ടുണ്ട്. യേശു കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ അവന്റെ ദിവ്യ തേജസ് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മേൽ, കർത്താവിന്റെ ദിവ്യ തേജസ് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മേൽ. സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. ടീ 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 ടീ. ആമേൻ, ആമേൻ, ആമേൻ. അഗ്നിയിൽ കത്തുക, അഗ്നിയിൽ കത്തുക. എല്ലാ ഉറക്കത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ. എല്ലാ ക്ഷീണതയുടെ ആത്മാവ് മാറിപ്പോകട്ടെ. എല്ലാ ബന്ധനത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ. ആമേൻ, ആമേൻ. എല്ലാ ജഡത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ. സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. രാജാവിനെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ദൈവമേ, അങ്ങ് സംസാരിക്കണം. ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇരിക്കാം. മത്തായി 5-ാം അധ്യായം 48-ാം വചനം. മത്തായി 5:48. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുമേ. உங்களுடைய பரமபிதா சல்குணபூர்ணா இருக்கிறது போல் நீங்களும் சல்குணபூர்ணாக இருங்கள். Therefore, you shall be perfect, just as your Father in heaven is perfect. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ ഇരിക്കുന്നത് പോൽ നിങ്ങളും സൽഗുണപൂർണായിരുங்கள். ദൈവം സൽഗുണപൂർണൻ. വചനം നമ്മെ പഠിപ്പിക്കുന്ന ദൈവജനമും സൽഗുണപൂർണരായി ജീവിക്കണം. ബി പെർഫെക്റ്റ്, just like our Father in heaven is perfect. நம்முடைய பரமபிதா பரலோகத்தில் சல்குணபூர்ண இருக்கிறது போல் நாம் ஒவ்வொருவரும் சல்குணபூர்ணராக இருக்க வேண்டும். Be perfect, be perfect. നമ്മുടെ അപൂർണത മാറ്റി നമ്മെ എല്ലാ വകയിലും സമ്പൂർണ്ണർ ആക്കുന്ന നമ്മുടെ ദൈവം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനം 18:30 വചനത്തിൻ പ്രകാരം ദൈവത്തിന്റെ വഴി തികവുള്ളത്. The way of God is perfect.
കർത്താവിന്റെ വഴി തികവുള്ളത്. സങ്കീർത്തനം 19:7 പ്രകാരം യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. God's law, it is perfect. മത്തായി 5:48 പ്രകാരം സ്വർഗത്തിലെ യഹോവയാം ദൈവം തികവുള്ളവൻ. വചനം നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വചനത്തിൻ പ്രകാരം ക്രിസ്തു യേശു തികവുള്ളവൻ. ക്രൈസ്റ്റ് ജീസസ് ഈസ് ആൾസോ പെർഫെക്റ്റ്. ആകയാൽ എന്റെ ദൈവം നിന്നിലും എന്നിലും ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും തികവുള്ളവരായി മാറണം. നമ്മുടെ കുറവ് മാറ്റപ്പെടണം. നാം സമ്പൂർണരാകണം. ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. വചനം നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വചനത്തിൻ പ്രകാരം നോഹ തികവുള്ള മനുഷ്യനായി. മലയാള വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നോഹ നിഷ്കളങ്കൻ. അവന്റെ തലമുറയിൽ നിഷ്കളങ്കൻ. നോഹ റൈറ്റിയസ് മാൻ വാസ് പെർഫെക്റ്റ്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോബുവിൻ പുസ്തകം 1-ാം അധ്യായം 1-ാം വചനത്തിൻ പ്രകാരം ദൈവഭക്തൻ യോബ് നിഷ്കളങ്കൻ. അതിന്റെ അർത്ഥം ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ജോബ് വാസ് പെർഫെക്റ്റ്. അവൻ സമ്പൂർണനായിരുന്നു. നോഹ സമ്പൂർണനായിരുന്നു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആദിമ നൂറ്റാണ്ട് സഭ, പ്രത്യേകിച്ചും കൊരിന്തിലെ സഭ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 7-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവർ എല്ലാ കാര്യത്തിലും സമ്പൂർണനായിരുന്നു. The Bible says Corinth church did not lack in anything. അവർ എല്ലാ ആത്മാവിന്റെ കൃപാവരങ്ങളിലും നിറവുള്ളവരായിരുന്നു, സമ്പൂർണനായിരുന്നു. അതുപോലെ തന്നെ 75-ാം വയസ്സിൽ ആബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച ദൈവം ആബ്രഹാമോട് അരുളി ചെയ്യ്, മകനെ എന്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്കുക. Be thou perfect. നീ സമ്പൂർണനായി ശ്രമിക്കുക, നിഷ്കളങ്കനായി നടക്കുക. എന്റെ ദൈവം കുറവ് മാറ്റുന്ന ദൈവം. ആമേൻ. നിറവ് കൊണ്ട് നിറയ്ക്കുന്ന ദൈവം അപൂർണത മാറ്റി നാം എല്ലാവരെയും സമ്പൂർണനാക്കുന്ന ദൈവം. എല്ലാ വകയിലും വിശ്വാസമുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. My God is perfect. My brother, my God is perfect in all aspect. In all aspect. God wants you also to be perfect in all respect. എല്ലാ തരത്തിലും ഞാൻ കുമ്പിടുന്ന എന്റെ ദൈവം ക്രിസ്തു യേശു സമ്പൂർണൻ. അവന്റെ മാർഗം അന്വേഷിച്ച് നിങ്ങളും ഞാനും എല്ലാ തരത്തിലും സമ്പൂർണരായി ജീവിക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പുതിയ നിയമഭാഗത്തിലെ യേശു കർത്താവ് പ്രവർത്തിച്ച ആദ്യ അത്ഭുതം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം കാനാ കല്യാണ വീട്ടിൽ. അവിടെ ഉണ്ടായിരുന്നത് ഒളിഞ്ഞ കൽപാത്രങ്ങൾ, വെറും കൽപാത്രങ്ങൾ, empty vessels. വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യേശു കർത്താവിന്റെ പ്രവർത്തനം വെളിപ്പെട്ടപ്പോൾ ആ ഒളിഞ്ഞ കൽപാത്രങ്ങൾ വക്കോളം നിറഞ്ഞ വീഞ്ഞുള്ള കൽപാത്രങ്ങളായി മാറി. ആമേൻ. ഇതുപോലൊരു സംഭവം പഴയ നിയമഭാഗത്ത് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 3-ാം വചനത്തിൽ വായ്പ വാങ്ങിയ വെറും പാത്രങ്ങൾ, കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോൾ എല്ലാ പാത്രങ്ങളും എണ്ണ കൊണ്ട് നിറഞ്ഞ്, ആമേൻ, വെറും പാത്രങ്ങൾ വീഞ്ഞായി മാറി. വെറും വായ്പ വാങ്ങിയ പാത്രങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എണ്ണ കൊണ്ട് നിറഞ്ഞ്. ഇന്ന് നിന്നെ നിറയ്ക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. മുട്ടോളമല്ല, അരയോളമല്ല, നിന്റെ ആവശ്യത്തിന് തക്ക രീതിയിലുമല്ല, നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന രീതിയിൽ. നിന്റെ ആവശ്യത്തിന് തക്കം നിറച്ചാൽ, നിന്റെ ആവശ്യത്തിന് തക്ക രീതിയിൽ നിറച്ചാൽ അത് നിനക്ക് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. എന്റെ ദൈവം അത്തരത്തിലുള്ള ദൈവമല്ല. മുട്ടോളമല്ല, അരയോളമല്ല, നിന്റെ ആവശ്യത്തിന് തക്ക രീതിയിലുമല്ല, കവിഞ്ഞ് നിറഞ്ഞ് ഒഴുകുവോളം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സമ്പൂർണത, എ പെർഫെക്റ്റ്നെസ് സൃഷ്ടിയിൽ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം കാണുന്ന ചന്ദ്രൻ, സൂര്യൻ, സമുദ്രം, ചെടികൊടികൾ, ജന്തുക്കൾ, ജീവജന്തുക്കൾ സകലതും ഉണ്ടാക്കിയ ദൈവം. സൃഷ്ടിയുടെ അവസാനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 10-ാം വചനത്തിൻ പ്രകാരം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 12 പ്രകാരം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 18 പ്രകാരം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 21-ാം വചനത്തിൻ പ്രകാരം കർത്താവ് ഹൃദയം നിറഞ്ഞ തൃപ്തിയോട് ഒരു വാക്ക് അവിടെ ഉച്ചരിക്കുന്ന ഗുഡ്, ഗുഡ്, നല്ലത്, നല്ലത്. കർത്താവ് സൃഷ്ടിച്ചത് ഒക്കെയും നോക്കിയിട്ട് കർത്താവ് പറയുന്നു നല്ലത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്. നാം ഉണ്ടാക്കിയതിൽ ഒന്നിലും കുറവില്ല, നല്ലത്. എന്റെ ദൈവം സമ്പൂർണതയെ സൃഷ്ടിക്കുന്ന ദൈവം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 31-ാം വചനത്തിൽ ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലം ഒന്ന് കുലുങ്ങി. ആമേൻ. അവർ കൂടിയിരുന്ന് ക്രിസ്തുവേ എന്ന് നിലവിളിച്ചപ്പോൾ ഇരുന്ന സ്ഥലം അക്ഷരാർത്ഥം കുലുങ്ങി. കാരണം എല്ലാവരിലും ദൈവാത്മാവ് നിറഞ്ഞു നിന്ന്. ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്, ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്. കർത്താവ് നിങ്ങളെ തൊടാൻ പോകുന്ന ചിലരെയല്ല, എല്ലാരെയും, എല്ലാരെയും. അത് ഒരു സമ്പൂർണതയുടെ സ്പർശനമായിരിക്കും. ആനി എന്നുള്ള ചെറുപ്പക്കാരി ഒരു വാഹനാപകടത്തിൽപ്പെട്ട് കണ്ടു നിന്നവർ ആ ശരീരത്തെ വാരിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ട് എല്ലാവരും പറഞ്ഞ ആനി മരിച്ചുപോയി, ആനി ഇപ്പോൾ മരിച്ചു കാണും. ഡോക്ടർമാരുടെ തീവ്ര പരിശ്രമത്തിൽ ആനിയുടെ ജീവൻ മടക്കി കിട്ടി. പക്ഷേ വാഹന അപകടത്തിൽപ്പെട്ട ആനിയുടെ കാഴ്ച നഷ്ടപ്പെട്ട് സന്ദർശകർ ആരെയും കടത്തിവിട്ടില്ല ഡോക്ടർമാർ. ഈ അപകട വാർത്തയറിഞ്ഞ അമ്മ, അവളുടെ അമ്മ ഓടി വന്ന് ഡോക്ടർമാരുടെ കാൽ പിടിച്ച് കെഞ്ചി, അവൾ എന്റെ മകളാണ്, ഒരു നോക്ക് കണ്ടുകൊള്ളട്ടെ. അവൾ മാത്രം അനുവദിക്കപ്പെട്ട് IC യൂണിറ്റിൽ കിടക്കുന്ന തന്റെ മകളുടെ ശരീരത്തിന്റെ അടുത്തവൾ നിന്ന് ഒരു മിനിറ്റ് ധൈര്യം ഒക്കെയും സംഗ്രഹിച്ചുകൊണ്ട് തന്റെ വലത് കരമെടുത്ത് കാഴ്ച നഷ്ടപ്പെട്ട് കിടക്കുന്ന തന്റെ മകളുടെ നെറ്റിയിൽ തൊട്ട് ഒന്ന് സ്പർശിച്ച്, അത്രയേ ഉള്ളു. ആനി നിലവിളിച്ച്, മമ്മി ഇറ്റ് ഈസ് യുവർ ടച്ചിങ്, മമ്മി ഇറ്റ് ഈസ് യുവർ ടച്ചിങ്. ഇവൾക്ക് കണ്ണ് കണ്ടുകൂടാ ആർ തൊടുന്നു എന്ന് ഇവൾ നിലവിളിച്ച്, ഇത് അമ്മയുടെ സ്പർശനം. ഐ നോ ദ ടച്ചിങ് ഓഫ് മൈ മമ്മി. ഞാൻ ഏത് അവസ്ഥയിലായാലും എന്റെ ദൈവത്തിന്റെ, എന്റെ അമ്മയുടെ സ്പർശനം എനിക്ക് മനസ്സിലാകും. ഇറ്റ് ഈസ് ദ ടച്ചിങ് ഓഫ് മൈ മമ്മി. എന്റെ ദൈവത്തിന്റെ സ്പർശനം ഒരു സമ്പൂർണതയുടെ സ്പർശനം. ഒരു പകൽ കൊള്ളക്കാരനായി ദേശത്തിനും സമൂഹത്തിനും സഭയ്ക്കും വീട്ടിനും ഒരു ഭാരമായി ക്രിസ്ത്യാനികളെ അടിച്ചൊടക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട് സൗലിന്
ഡമാസ്കസ് പട്ടണത്തിന്റെ തെരുവീടിയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം സ്പർശിച്ച് God touched him. God touched him. എന്റെ ദൈവം തൊട്ടപ്പോൾ സൗൽ പൗലോസായി മാറി, മറ്റവർക്ക് പ്രയോജനമുള്ളവനായി മാറി. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, പത്രോസിന്റെ അമ്മാവിയുടെ കൈക്ക് കർത്താവ് തൊട്ടപ്പോൾ അവളുടെ പനി സമ്പൂർണമായി വിട്ടുമാറി. നയീൻ പട്ടണത്തിലെ വിധവ സ്ത്രീ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, തന്റെ ഏക മകൻ മരിച്ചുപോയി. കുളിച്ചിടുവാൻ വിധവ നിലവിളിയോട് പോകുമ്പോൾ യേശു കർത്താവ് എതിരെ വരുന്നു. അവളുടെ അവസ്ഥ കണ്ട് എന്റെ അപ്പൻ മനസ്സലിഞ്ഞ് വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ലൂക്കോസ് 7-ാം അധ്യായം 13-14 വചനങ്ങളിൽ യേശു കർത്താവ് മനസ്സലിഞ്ഞ് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്ന് ബാല്യക്കാര എഴുന്നേൽക്കുക, മരിച്ചവൻ എഴുന്നേറ്റ്. ആമേൻ. എ പെർഫെക്റ്റ് ടച്ചിങ്, എ പെർഫെക്റ്റ് ടച്ചിങ്, ഒരു സമ്പൂർണ്ണ സ്പർശനം കർത്താവ് നിങ്ങളിൽ നിറയ്ക്കുവാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനെ വല്ലവനെ പൊന്ന് കാണ്ടനെ അല്ലൽ തീർക്കാം. നല്ലവനെ വല്ലവനെ പൊന്ന് കാണ്ടനെ അല്ലൽ തീർക്കാം എന്നോ വന്ന് ചേർത്തിടുമെന്നെ. തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി, തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി. ഹല്ലേ ഗാനം പാടി വാണിടുവാനാ ഹായ് ഹല്ലേലൂയ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ് രക്ഷമോദമേ, യേശുവിന ജീവിക്കുന്ന ഭാഗ്യമേ. ആമേൻ. കൃപ 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 കൃപ, ദൈവ കൃപ, ദൈവ കൃപ നിങ്ങളിൽ 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 പുതു ശക്തി പുതു ശക്തി പുതു ശക്തി പുതു ശക്തി. ആരും കൈ കെട്ടി ഉറങ്ങിയിരിക്കരുത്. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു കൃപ വ്യാപരിക്കുന്നു. ദിവ്യ ശക്തി, ദിവ്യ ശക്തി നിങ്ങളിൽ 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 നിങ്ങളിൽ. ആമേൻ, ആമേൻ. സഭയ്ക്ക് നൽകുന്ന ദൈവത്തിന്റെ സമ്പൂർണ്ണ സ്പർശനം നിങ്ങൾ ഇറങ്ങുന്നു, നിങ്ങൾ ഇറങ്ങുന്നു. എന്റെ ദൈവമേ, ആരുടെ പോരായ്മയും കണക്കെടുക്കരുത്. അങ്ങയുടെ മനസ്സലിവിന്റെ തൊടുതൽ, മനസ്സലിവിന്റെ സ്പർശനം ഈ മക്കളിൽ ഇറങ്ങട്ടെ, ഈ സഹോദരങ്ങൾ ഇറങ്ങട്ടെ. ടീ 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 അഭിഷേക ടീ എല്ലാരിലും എല്ലാരിലും എല്ലാരിലും. ദിവ്യ കൃപ, ദിവ്യ കൃപ, ദിവ്യ കൃപ, ദിവ്യ കൃപ. എന്റെ വലതു ഭാഗത്തിൽ കസേരയിൽ പുരുഷന്മാരുടെ മധ്യയിൽ, എന്റെ ഇടതുഭാഗത്തിൽ പഴയ ഹാളിൽ പുറകേറ്റം ഹൃദയ രോഗികൾ രണ്ടുപേരെയും, മരണഭീതിയിൽ എത്തിച്ചേർന്ന ഹൃദയ രോഗികൾ രണ്ടുപേരെയും കർത്താവ് തൊടുന്നു. പുട്ടമ്പുട് ഹൃദയം, പുട്ടമ്പുട് ഹൃദയം കർത്താവ് വച്ചു പിടിപ്പിക്കുന്നു. അതോട് നിങ്ങളുടെ ശരീരത്തിലുള്ള ഷുഗർ നോർമലാകുന്നു, കൊളസ്ട്രോൾ നോർമലാകുന്നു, BP നോർമലാകുന്നു. സമ്പൂർണ്ണ തൊടുതൽ, സമ്പൂർണ്ണ സ്പർശനം
നിങ്ങളിൽ ആർത്ത് നിലവിളിക്കുക. രാജാവിന്റെ കരം നിങ്ങൾ എല്ലാരെയും തൊടുന്നു. അലർജി രോഗം വിട്ടുമാറുന്നു. ആമേൻ. സൗമ്യ, നിങ്ങളെ പീഡിപ്പിച്ചിരിക്കുന്ന അലർജി രോഗം വിട്ടുമാറുന്നു. ഗ്ലോറി. പാരമ്പര്യമായി കുടുംബം മൊത്തമായി അലർജിക്ക് അടിമപ്പെട്ട ഗ്ലോറി, കർത്താവിന്റെ കരമിട ഇറങ്ങുന്നു. വിടുതൽ പ്രാപിച്ചെടുക്കുക. അഭിഷേക എന്നോടീരും എന്റെ കഷ്ടം ഇനി മണ്ണിലേ അന്നു മാറും നിശ്ചയം തന്നെ. അന്നു തീരും എന്റെ കഷ്ടം ഇനി മണ്ണിലേ അന്നു മാറും ദുഃഖം നിശ്ചയം തന്നെ. അന്നോടന്റെ ശുദ്ധരൊട്ട് പാടി ആർക്കുമേ, അന്നോടന്റെ ശുദ്ധരൊട്ട് പാടി ആർക്കുമേ. എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനോ, എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനോ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ രക്ഷമോദമേ. യേശുവിനായി കൃപ യേശുവോട് ചേർന്നിരിപ്പ രക്ഷമോദമേ. യേശുവിനായി ഭാഗ്യമേ. നമ്പർ 2, സദൃശവാക്യം 28 20 വചനം ശ്രദ്ധിപ്പിൻ. സദൃശവാക്യം 28:20. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. ആമേൻ. സന്തോഷമുള്ളവർ ഒന്ന് വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. உண்மையுள்ள மனுஷன் பரிபூர்ண ஆசீர்வாதங்களை பெறுகிறான். உண்மை உள்ள மனுஷன் பரிபூர்ண ஆசீர்வாதங்களை பெறுகிறான். A faithful man abound in God's blessing. A faithful man abound in God's blessing. விஸ்வஸ்த புருஷன் அனுக்கிரக சம்பூர்ணன். Hallelujah. അനുഗ്രഹ സമ്പൂർണൻ. നാം ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് അല്പം അനുഗ്രഹിച്ച് അയക്കുന്ന ദൈവമല്ല, നമ്മ സമ്പൂർണമായി അനുഗ്രഹിച്ച് അയക്കുന്ന ദൈവം. പെർഫെക്റ്റ് ബ്ലെസ്സിംഗ്. അനുഗ്രഹ സമ്പൂർണൻ. അല്പ അനുഗ്രഹമല്ല, അനുഗ്രഹ സമ്പൂർണനായ ദൈവം. ആമേൻ. വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യ മനുഷ്യൻ ആദാമിനെ ഹവ്വയെ സ്വർഗത്തിലെ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. God formed the first man in his own form. തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ദൈവം ആദ്യം ചെയ്ത കർത്തവ്യം നിങ്ങൾക്കറിയാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വചനത്തിൽ തന്നാൽ സൃഷ്ടിക്കപ്പെട്ട അവര് ആദാമിനെ ഹവ്വയെ ഉൽപ്പത്തി 1:28 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവം അനുഗ്രഹിച്ചു. ആമേൻ. The first act ever my God did after the creation of Adam, the Bible says he blessed them. അവരെ ഉണ്ടാക്കിയ അടുത്ത് തന്നെ ദൈവം അവരെ അനുഗ്രഹിച്ച് തന്റെ ജനം ശപിക്കപ്പെട്ട് കാണാനല്ല, അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. വേദ പുസ്തകത്തിൽ ദൈവം അതേ ദൈവം, ആദാമിനെ സൃഷ്ടിച്ച അതേ ദൈവം
സത്യ നിത്യ ദൈവം, സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവത്തെയും ഉണ്ടാക്കിയ, സദാ ജീവിച്ചിരിക്കുന്ന അതിഭയങ്കരനായ ദൈവം 2000 ആണ്ടുകൾക്ക് മുമ്പ് രക്തം ചൊരിഞ്ഞ് മാനവരാശിയെ മോചിക്കുവാൻ ഇറങ്ങി വന്ന ക്രിസ്തു പ്രവചന വാഗ്ദത്തത്തിൻ പ്രകാരം 33.5 ആണ്ടുകാലം ഈ ലോകത്തിൽ പ്രവർത്തിച്ച്, പ്രവചന വാക്കുകൾ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് 40 ദിവസങ്ങൾ വീണ്ടും ഇവിടെ പ്രവർത്തിച്ച് അവസാനം 40th day after resurrection, ഉയർപ്പിന് 40 ദിവസങ്ങൾക്ക് ശേഷം വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ലാസ്റ്റ് മൊമെന്റിൽ താൻ ഈകലോകമിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പോകുന്ന ലാസ്റ്റ് മിനിറ്റിൽ ലൂക്കോസ് 24:50 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന തന്റെ ശിഷ്യന്മാരെ ബഥാനി പട്ടണത്തിൽ കൊണ്ടുപോയി തന്റെ കരം ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ആമേൻ. എന്റെ ദൈവം നിങ്ങളെ ഉപവാസത്തോട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പ്രസംഗം കേട്ടിട്ട് പോകാനല്ല, കർത്താവ് അനുഗ്രഹിക്കുവാൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അനുസരിക്കുന്നവന് അനുഗ്രഹം, മത്സരിക്കുന്നവന് ശാപം. ഇഷ്ടപ്പെട്ടോ വചനം? ആമേൻ. അനുസരിക്കുന്നവന് അനുഗ്രഹം, മത്സരിക്കുന്നവന് ശാപം. വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കർത്താവ് അരുത് എന്ന് കൽപ്പിച്ച കാര്യം തിടുക്കം കാണിച്ച് ആദാമും ഹവ്വയും പ്രവർത്തിച്ച് മത്സരം, വഷളത്വം, കഠിന ഹൃദയം. നീതിമാനായ ദൈവം, സ്വർഗത്തിലെ ദൈവം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-18 വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവം ഭൂമിയെ ശപിച്ച് the blessed earth became cursed one because of disobedience. അനുഗ്രഹിക്കപ്പെട്ട ഭൂതലം ശാപഗ്രസ്തമായി മാറി. ഈ ലോകത്തിൽ കാണുന്ന എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ഒരു കാര്യം ഒഴികെ, മുള്ളു ദൈവം സൃഷ്ടിച്ചത് അല്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-18 വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ശാപം ഭൂമിയിൽ വീണപ്പോൾ ഭൂമിയിൽ നിന്ന് മുള്ളും പറക്കാരയും മുളച്ചു വന്ന്. മുള്ള് ശാപത്തിന്റെ അടയാളം, മുള്ള് ശാപത്തിന്റെ അടയാളം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരാളെ പിടിച്ച് അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ശാപക്കെട്ടുകൾ തകർക്കപ്പെടാതെ അവനിൽ അനുഗ്രഹം ഇറങ്ങുകയില്ല. ഒരു മനുഷ്യനുള്ള ശാപം മാറാതെ അവനെ അനുഗ്രഹിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആ ശാപം മാറണം. ശാപം എങ്ങനെ മാറും? ഗലാത്യർ 3:13 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ, നിങ്ങളുടെ, എന്റെ ശാപമായി തീർന്ന്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. God made Jesus Christ to be a curse. എപ്രകാരം? വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ശാപത്തിന്റെ അടയാളമാം മുള്ള്. യോഹന്നാൻ 19:2 വചനത്തിൻ പ്രകാരം ഒരു ഗ്രീഡമായി മെടഞ്ഞ് സേവകന്മാർ ശാപത്തിന്റെ അടയാളമായ മുള്ള് ഒരു ക്രൗണായി മെടഞ്ഞ് യേശു കർത്താവിന്റെ ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവിന്റെ ശിരസിൽ വെച്ചടിച്ച് ശാപം കർത്താവിന്റെ ശിരസിലായി. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്ന്. യേശുവിന്റെ അടുക്കൽ വരുന്നവന് ശാപം ഇല്ല, അവന് അനുഗ്രഹമാണ്. അവനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവന് ശാപക്കെട്ടുകൾ പൊട്ടിപ്പോകും. അവനും അവന്റെ തലമുറയും എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആമേൻ.
എങ്ങനെയാണ് ദൈവജനത്തിൽ അനുഗ്രഹം ഇറങ്ങുന്നത്? Why God should bless? എന്തുകൊണ്ട്? ഒരു വചനം എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം സംഖ്യാപുസ്തകം 24:1 ശ്രദ്ധിപ്പിൻ. സംഖ്യ 24:1. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന്. ആമേൻ. ഹല്ലേലൂയ. എന്ത്? ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതാകുന്നു. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹം ശ്രദ്ധിച്ച് കേൾക്കാൻ ഈ വചനം നിങ്ങൾക്ക് പ്രയോജനമുള്ളതായി മാറും.